നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജീവേട്ട നമസ്കാരം. വന്ദേ മാതരം. സ്വാതന്ത്ര്യ ദിനാശംസകൾ. ആശംസകൾ. രാജീവേട്ട, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് മഹർഷി അരവിന്ദ ഘോഷിനെ കുറിച്ചാണ്. അപ്പം ഈ ഭൗതികമായ സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനപ്പുറത്തേക്ക് പരമമായ ഒരു സ്വാതന്ത്ര്യം ആണ് എൻ്റെ ലക്ഷ്യമെന്ന് ഉദ്ഘോഷിച്ച ആളാണ് അരവിന്ദ ഘോഷ്. അപ്പോൾ അരവിന്ദ ഘോഷിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ വിശിഷ്യ കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. നമ്മുടെ ഈ കേരളത്തിൻ്റെ നവോത്ഥാനം ഇങ്ങ് തെക്കേ മൂലയിൽ കന്യാകുമാരി ജില്ല എന്ന് നമ്മൾ ഇന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് നിന്നാണ് അതിൻ്റെ ഒരു ആരംഭം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രപരമായ വലിയ രേഖകളൊന്നും അല്ലെങ്കിൽ സാഹിത്യകൃതികളൊന്നും അതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും അയ്യാ വൈകുണ്ഠനാഥർ എന്നൊരാളെക്കുറിച്ച്, ഒരു നവോത്ഥാന നായകനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുകയും നമ്മളെ പിൽക്കാലത്ത് വന്ന നമ്മുടെ മഹാപുരുഷന്മാർക്ക് വഴികാട്ടിയായി മാറിയത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളുമാണ് എന്ന് ഇങ്ങനെ കേൾക്കുന്നു. ഈ അയ്യാ വൈകുണ്ഠനാഥരെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങയുടെ അറിവിലുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? വാസ്തവത്തിൽ കേരള നവോത്ഥാനത്തിൻ്റെ പ്രാതസ്മരണീയൻ അയ്യാ വൈകുണ്ഠനാഥരാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 1836 അദ്ദേഹം സമത്വ സമാജം രൂപീകരിക്കുന്നുണ്ട്. 1836. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1848 ദാസ് ക്യാപിറ്റൽ വരുന്നത്. അതെ, സമത്വത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാഗ്നം ഓപ്പസ്, പ്രഖ്യാത ഗ്രന്ഥം എന്ന് പറയുന്ന മൂലധനം. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തദ്ദേശീയമായ ഒരു വിപ്ലവം തെക്കൻ തിരുവിതാംകൂറിൽ, അതായത് കന്യാകുമാരി, നാഗർകോവിൽ, തിരുനെൽവേലി ഭാഗത്ത് നടന്നു. അതിന് കാരണം അയ്യാ വൈകുണ്ഠനാഥരാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുത്തുക്കുട്ടി എന്നായിരുന്നു. 1809 ജനിച്ച ആ കുട്ടിക്ക് പേര് ഇടാൻ കാരണം മുത്തുക്കുട്ടി. പക്ഷെ മാതാപിതാക്കൾ അദ്ദേഹത്തിനിട്ട പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മുടിചൂടും പെരുമാൾ. അപ്പം യാഥാസ്ഥിതികർ വന്നിട്ട് പറഞ്ഞു അത് പറ്റില്ല, ജാതി എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ചാന്നാൻ എന്ന് പറയുന്ന ഒരു അത് പിൽക്കാലത്ത് നാടാരായി. അങ്ങനെയുള്ള ഇവരെ കളിയാക്കി വിളിച്ചിരുന്നത് പനങ്കേറികൾ എന്നാണ്. വളരെ മോശമായിട്ട് വിളിച്ചതെന്ന അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ മുടിചൂടും പെരുമാൾ എന്നുള്ള പേര് പറ്റില്ല, മുത്തുക്കുട്ടി എന്നുള്ള പേരാക്കണം. അപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെ 1809 അയിത്തവും അനാചാരങ്ങളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 1809 തമിഴ് മാസപ്രകാരം മാസി മാസം 22-ന്, അതായത് ക്രിസ്ത്വാബ്ദം പ്രമാണിച്ച് 1809 മാർച്ച് 12 അപ്പം ആ കാലഘട്ടം അതിൻ്റെ പ്രത്യേകതകൾ ഒരുപാട്, പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ. അപ്പം അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം എങ്ങനെ ഈ സമത്വ സമാജം സ്ഥാപിക്കുകയും സമപന്തി ഭോജനം, ആദ്യമായിട്ട് തൈക്കാട്ട് അയ്യാസ്വാമിക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ സമപന്തി ഭോജനം, ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു വേണ്ട. അതുപോലെ തന്നെ മുന്തിരിക്കിണറുകൾ അദ്ദേഹം ഉണ്ടാക്കി. പണ്ട് ഈ പാവപ്പെട്ടവർക്ക് വെള്ളം കോരിയെടുക്കണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ, അതായത് ഇന്ന് കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം താലൂക്കിലെ സാമിത്തോപ്പ് എന്ന് പറയുന്നിടത്തിൽ അവിടെ കിണർ കുത്തിയിട്ട്, അവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്. അതെ, അവിടെ കിണർ, അതിന് മുന്തിരിക്കിണറുകൾ ഇന്നും അവിടെ. ഈ നാടാർ സമുദായം മാത്രമല്ല, തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും അവിടെ പോയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് കുളിക്കുകയും കുടിക്കുകയും അത് വലിയ മാനസിക രോഗങ്ങൾക്ക് പോലും ഔഷധമായിട്ടാണ് കരുതുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന
പതികൾ 18 പതികൾ ആ ആ അവിടെയാണ് കണ്ണാടി പ്രതിഷ്ഠയാണ്. ഓ അപ്പം നമ്മുടെ ഈ പിന്നെ കേരളത്തിൽ ഗുരുദേവൻ നടത്തിയ വിപ്ലവത്തിന് മുമ്പ് അവിടെ അങ്ങനെ ഒരു വിപ്ലവം നടന്നു. ഗുരുദേവന് പോലും മാതൃക ഈ അയ്യാ വൈകുണ്ഠനാഥ 18 പതികൾ. അവിടെ മറ്റ് പ്രതിഷ്ഠകളൊന്നുമില്ല, കണ്ണാടി പ്രതിഷ്ഠ. അതായത് അതൊരു അദ്വൈത സിദ്ധാന്തം. അതെ അതെ അതെ, തന്നെ ദർശിക്കുകയാണല്ലോ. ഈ അയ്യാ വൈകുണ്ഠനാഥരുടെ ജീവിതവും സന്ദേശവും അടങ്ങുന്ന അരുൾമൊഴികൾ, അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ അയ്യാ വഴി. ഈ അയ്യാ വഴിയും അരുൾമൊഴികളും ഒക്കെ വാസ്തവത്തിൽ ഭാരതത്തിലെ ഇതര നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ അരുൾമൊഴികൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അദ്ദേഹം തെക്കൻ തിരുവിതാംകൂറിൽ നടത്തിയതും ആര്യ സമാജത്തിലൂടെ ദയാനന്ദ സ്വാമി നടത്തിയതിലും വലിയ അടുത്ത ബന്ധം കാണും. ഒരു സമാനതകളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തിരുവിതാംകൂറിൽ മതപരിവർത്തനം തടയാൻ ആദ്യം മുന്നിട്ടിറങ്ങിയത് അയ്യാ വൈകുണ്ഠനാഥനാണ്. അത് ശരി. അത് ഒരു കാരണം അന്ന് ചാന്നാൻ സ്ത്രീകൾക്കൊന്നും മാറുമറയ്ക്കാൻ അനുവാദമില്ല. മാറുമറക്കണമെങ്കിൽ അവർ ക്രിസ്തു മതത്തിലേക്ക് പോകും, അത്രയ്ക്കേ ഉള്ളൂ. മാറുമറയ്ക്കാനുള്ള അനുവാദം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പേരിൽ അവർ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അവിടെ അപ്പോൾ ഇദ്ദേഹം വളരെ കുട്ടിയായിരിക്കുമ്പോൾ ആ പോകുന്ന ചന്തയിലൊരു സംഭവം കാണുന്നുണ്ട്. മാറുമറച്ചു വന്ന കുറച്ച് നാടാർ സ്ത്രീകളെ, ചാന്നാൻ സ്ത്രീകളെ ബലം ഉപയോഗിച്ച് അത് മാറ്റുന്ന ഒരു എന്നാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ സമപന്തി ഭോജനം നടത്തുന്നു, നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മുന്നിൽ നിൽക്കുന്നു, മുന്തിരിക്കിണറുകൾ നടത്തുന്നു, 18 പതികൾ, കണ്ണാടി പ്രതിഷ്ഠയുള്ള അത് ദ്വൈതവുമാണ്, വിശിഷ്ടാദ്വൈതമാണ്, ശിവാദ്വൈതമാണ്, അങ്ങേറ്റ അദ്വൈതമാണ്. തിയറി പക്ഷെ ആരും ഫിലോസഫി പഠിക്കുന്നില്ല. അയ്യാ വഴിയിലെ ഫിലോസഫി പഠിച്ചാൽ ഈ അരുൾമൊഴികൾ എന്ന് പറയുന്നതിന്റെ ദർശനം അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. വേലായുധൻ വിരാലി എന്ന് പറയുന്ന ഒരാൾ അത് ശേഖരിച്ച് ഇതൊക്കെ. പക്ഷെ ഇത് ജനസാമാന്യത്തിലേക്ക് എത്തുന്നില്ല. അതെ, ഇവിടെ അതായത് അയ്യാ വൈകുണ്ഠനാഥരെ കുറിച്ച് വേണ്ട വിധത്തിലുള്ളൊരു പഠനം മലയാളിയും തമിഴനും ഈ കാര്യത്തിൽ രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണല്ലോ ഇത്. പക്ഷെ രണ്ടുപേരും ഈ കാര്യത്തിൽ വിമുഖത കാണിക്കുന്നു. അതൊക്കെ കേവലം സാമുദായികവും രാഷ്ട്രീയവുമായി പോവുകയാണ്. നമ്മളിവിടെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആര്യസമാജവും മറ്റ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ അയ്യാ വൈകുണ്ഠനാഥർ വന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഇദ്ദേഹം സമൂഹത്തിൽ ഇത്ര സ്വാധീനം ചെലുത്താനുള്ള കാരണം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു അന്തർമുഖനായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ചില പ്രത്യേകതകളെന്ന് വെച്ചാൽ പലരും പറയുന്നത് അദ്ദേഹത്തിന് നേരെ ക്ഷുദ്രപ്രയോഗം നടത്തി അദ്ദേഹം ശയ്യാവലംബിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മാതാപിതാക്കൾ അദ്ദേഹത്തെ കൊണ്ട് തിരുച്ചെന്തൂർ, കടൽക്കരയിലുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അവിടെ മുരുക, മറ്റ് മുരുകക്ഷേത്രങ്ങളൊക്കെ മലയിലാണ്, ഇത് മാത്രം കടൽ തീരത്താണ്. അപ്പം അങ്ങനെ അവിടെ ഭജനം ഇരുന്നു. അതായത് മാതാപിതാക്കൾ സ്വന്തം അവരുടെ ചുമലിൽ മാറി എടുത്ത് അവിടെ കൊണ്ടുപോയി അവിടെ കടൽ തീരത്ത് കിടന്ന് ഭജിച്ച് ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി എഴുന്നേറ്റ് കടലിലേക്ക് ഓടി. 3 ദിവസം കണ്ടില്ല എന്നാണ്. ചിലവർ പറയുന്നത് 9 ദിവസം എന്നല്ല. അതെന്തായാലും തിരിച്ചു വരുന്നത് ഒരു വളരെ ദിവ്യനായിട്ടാണ്. അങ്ങനെയാണ് അയ്യാ വൈകുണ്ഠനാഥർ എന്നുള്ളൊരു. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ, ഐതിഹ്യം എന്തായാലും അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ പവർ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ശക്തി ഉണ്ടായിരുന്നു. തിരുച്ചെന്തൂരിൽ നിന്നും സാമിത്തോപ്പിലെത്തുന്ന അയ്യാ വൈകുണ്ഠനാഥർ വലിയൊരു ദിവ്യനായിട്ട് ജനം കാണുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇവിടെ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും കന്യാകുമാരി, തിരുനെൽവേലി ഇതിലുള്ള. ഇപ്പം അതല്ലായിരുന്നുവെങ്കിൽ സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞ് ഈ ഭ്രാന്താലയത്തിൽ നമുക്കൊന്നും കന്യാകുമാരി ഭാഗത്തൊന്നും ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം പറഞ്ഞത് മതപരിവർത്തനത്തെ എതിർക്കാൻ അദ്ദേഹം പറഞ്ഞത് ഈ ബ്രിട്ടീഷുകാർ നീചന്മാരാണ്, വെളുത്ത നീചന്മാര്. തിരുവിതാംകൂർ രാജാക്കന്മാരോ കരിം നീചന്മാരും എന്നും പറയുന്നുണ്ട്.
അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ഫലമായിട്ട്. അപ്പം സാമൂഹിക പരിഷ്കർത്താവായി അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിക്കുമെന്ന് കേട്ടപ്പോഴേക്കും തിരുവിതാംകൂർ രാജാവിന് വിവരം പോയി. ഇങ്ങനെ പഴയ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതൊരു പനം കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നുണ്ട്, ശിങ്കാരത്തോപ്പിൽ. അതായത് മണക്കാട് ശിങ്കാരത്തോപ്പിൽ. അപ്പോൾ പലരും അന്ന് സ്വാതി തിരുനാളാണ് ഇരിക്കുന്നത്. സ്വാതി തിരുനാളിൻ്റെ ജീവചരിത്രത്തിൽ ഒരു കറുത്ത ഏടുകളായിട്ട് ഏകദേശം 112 ദിവസം ശിങ്കാരത്തോപ്പിൽ അദ്ദേഹം കിടക്കുന്നുണ്ട്. മൗനമായിട്ട് അദ്ദേഹം ഇരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹം വളരെ മഹാനായ ഒരു ദിവ്യനാണ്. അപ്പം പറയുന്നത് സ്വാതി തിരുനാൾ അന്ന് സൂപ്രണ്ട് സ്വാമിയായി അറിയപ്പെട്ട തൈക്കാട്ടയ്യാസ്വാമി പറഞ്ഞയച്ചു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ദിവ്യനാണ്. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു തിരുവിതാംകൂർ മഹാരാജാവിന്. അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ഇതുപോലെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അയ്യാ വൈകുണ്ഠനാഥർ മഹാത്മാവാണ്, തൈക്കാട്ട് അയ്യാസ്വാമി മഹാത്മാവാണ്. ഇപ്പം ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ആരാണ് ഗുരു, ആരാണ് ശിഷ്യൻ. ഇപ്പം നമ്മളുടെ തൈക്കാട്ട് അയ്യാസ്വാമിയെ കുറിച്ചിട്ട് നമ്മൾ ചെയ്ത കഴിഞ്ഞിട്ട് പലവരും വിളിച്ചു, സാറേ ഇതെന്താ ഇങ്ങനെ. ഇപ്പോൾ ഒരു മാറ്റർ എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ തൈക്കാട്ട് അയ്യാസ്വാമിയും വൈകുണ്ഠസ്വാമികളും, ആര് ഗുരു ആര് ശിഷ്യൻ. ഇവിടെ കവി പാടിയ പോലെ തന്നെത്താൻ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കെന്തു ചാരിതാർത്ഥ്യം. ഇപ്പോൾ അയ്യാ വൈകുണ്ഠനാഥരായാലും തൈക്കാട്ട് അയ്യാസ്വാമി ആയാലും നാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമി ആയാലും ആരാണ് ഗുരു ആരാണ് ശിഷ്യൻ എന്നല്ല, അദ്വൈതത്തിൻ്റെ അത്യുന്നതങ്ങളിലെത്തിയ അമലചരിതരായി തീർന്നവർക്ക് ഗുരുവുമില്ല ശിഷ്യനുമില്ല. ഇത് നമ്മുടെ ആൾക്കാർ മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരമുള്ള മഹാത്മാക്കളുടെ ജീവിതവും സന്ദേശവും സമൂഹ മധ്യത്തിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാർത്ഥന്മാരും സ്ഥാപിത താല്പര്യക്കാരും ഒന്ന് അവരെ ഹൈജാക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ ഈ 18 പതികൾ മറ്റേ കന്യാകുമാരിയുടെയും തിരുനെൽവേലി ജില്ലകളുണ്ട്, അവിടെ അദ്വൈതമാണ്. കാരണം കണ്ണാടി പ്രതിഷ്ഠ ആ ഒരു സന്ദേശമാണല്ലോ നാരായണ ഗുരുദേവനും കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ നിഴൽ താങ്കുകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടിയിരുന്ന സമപന്തി ഭോജനം മാത്രമല്ല, ചർച്ചകൾ ചെയ്യാൻ, സംവാദങ്ങൾ ചെയ്യാൻ, അത് ആ സവിശേഷത അയ്യാ വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പ്രദായികത ഒന്നുമില്ലാതെ ഒരു വ്യതിരിക്തമായൊരു സവിശേഷത അയ്യാ വഴിക്കുണ്ട്. ഇപ്പം ആര്യസമാജത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വേദത്തിൻ്റെ വൈദിക പാരമ്പര്യം. ഇപ്പം രാമകൃഷ്ണ മിഷൻ എന്ന് വെച്ചാൽ രാമകൃഷ്ണ പരമഹംസർ വലിയ താന്ത്രികനായിരുന്നു. തോതാപുരിയിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്ത. അപ്പം അതിനൊക്കെ ഒരു സാമ്പ്രദായികത ഉണ്ട്. വിവേകാനന്ദ സ്വാമി അതിനെ കാലോചിതമാക്കി. ഇവിടെ അയ്യാ വൈകുണ്ഠനാഥരുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ ആ സമൂഹത്തെ നവീകരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള നവോത്ഥാനത്തിൻ്റെ പ്രാതസ്മരണീയൻ അയ്യാ വൈകുണ്ഠനാഥനാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രശിക്ഷന്മാർ വരുമ്പോൾ കാലഘട്ടം മാറുകയാണ്. അപ്പം കാലത്തിനനുസൃതമായി ഈ അയ്യാ വഴികളെ അതിനെ വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം ആൾക്കാർ ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയിരുന്ന അവസാനത്തിലേക്ക് വരികയാണ്. കാൾ മാർക്സ് അതുകൊണ്ടാണല്ലോ സമത്വത്തെക്കുറിച്ച് പറയുന്ന ഇതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ കാൾ മാർക്സിൻ്റെ മൂലധനം സോവിയറ്റ് റഷ്യയെക്കുറിച്ച് ഒരാളൊരു നോവൽ എഴുതിയിട്ടുണ്ട് 1984. എഴുതിയ ആൾ പറയുന്നത് ഓൾ ആർ ഈക്വൽസ് ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ഇപ്പോഴും നമ്മളിവിടെ കാണുന്നതൊക്കെ അതാണ്. സോഷ്യലിസം വളരെ സമത്വ സുന്ദരമായ സങ്കല്പം. അത് പക്ഷേ എല്ലാവരും തുല്യരാണ്, പക്ഷെ ചിലർ കൂടുതൽ തുല്യരാണ്. ആ ഒരു പരിപാടി അന്നും ഇന്നും അയ്യാ വഴികളിൽ കാണില്ല. അയ്യാ സ്വാമി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ജന്മിമാരെ കാണുമ്പോൾ അരയിൽ മുണ്ടൂത്തി ഓച്ചാനിച്ച് നിൽക്കുന്നുണ്ടല്ലോ,
അതിനെ അദ്ദേഹം ആ അരയിൽ എടുക്കുന്ന മുണ്ട് തലയിൽ കെട്ടിയിട്ട് നിന്നാൽ മതി. ഇപ്പം പതികളിൽ കയറുന്നതിന് മുമ്പ് എന്താ വേണ്ടത്? തലയിൽ ഈ മുണ്ട് കെട്ടണം. പിന്നെ ഓഴിയം വേല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ, അടിമ വേല. അത് നിർത്തലാക്കിയത് എങ്ങനെ? ആത്മാഭിമാനം. അതായത് കൂലിക്ക് വേല ചെയ്താൽ മതി, വേലയ്ക്ക് കൂലി വേണം. ഊഴിയം എന്ന് പറയുന്ന അടിമ വേല സമ്പ്രദായത്തെ അവസാനിപ്പിച്ചത് ആര്? അയ്യാ വൈകുണ്ഠനാഥൻ. അന്നേരം അയ്യാ വഴികളുമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ പഠിക്കേണ്ട കാര്യം എന്താ, ഓരോ ഗ്രാമങ്ങളിലും ഇപ്പോൾ അയ്യാ വൈകുണ്ഠനാഥരുടെ വഴികളിലൂടെ പിന്തുടർന്ന് ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകളും വലിയ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തും അതിനു മുമ്പാണ് LMS, മറ്റേ ലാറ്റിൻ മിഷണറി സൊസൈറ്റി, അങ്ങനെയല്ല, അവരൊക്കെ അതിതീവ്രമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ബ്രിട്ടീഷ് സർക്കാരിലേക്ക് പോയി ഇവിടെ ഒരു പനങ്കേറി ഒരു വിദ്വാൻ വന്നിട്ട് ആകെ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം തടസ്സപ്പെടുത്തുന്നു. അതായത് മതപരിവർത്തനം നടക്കുന്നില്ല, അതിന് വലിയ വിഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭ കൊണ്ടാണ് ഇതിനെ, ഈ മതപരിവർത്തനത്തിനെ തടഞ്ഞു നിർത്തിയത്. രാജാക്കന്മാർക്ക് പോലും സാധിക്കാത്തതാണ്. അതായത് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ആത്മാഭിമാനം എങ്ങനെ സംരക്ഷിക്കുന്നു. അതിപ്പോൾ ഇവിടെ തുടർന്ന് സ്വാതന്ത്ര്യാനന്തര കേരളത്തിലൊക്കെ അത് കേവലം ഭൗതികമായി തീർന്നു. അതെ. ഇന്നിപ്പോൾ അവരുടെ ഇടയിലും ഒരു ചിന്ത വരുന്നുണ്ട്, അത് കേവലം അധികാര കേന്ദ്രീകൃതമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടെങ്കിൽ നമ്മളുടെ കാര്യം കഷ്ടമാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം അമ്പലങ്ങളിലേക്ക് കയറുന്നു, അവിടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നു. കാര്യം എന്താ? ഇത് ഈ അയ്യാ വൈകുണ്ഠനാഥര അമ്പലങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കെതിരുന്ന ഒരു സമരവും നടത്തിയിട്ടില്ല. അതിന് പകരം പതികൾ, അദ്ദേഹം സ്വന്തമായിട്ട് ക്ഷേത്രങ്ങൾ, പതി, പാശം, പശു എന്നൊക്കെ പറയുന്ന തമിഴ് പൈതൃക, അതായത് സിദ്ധ പരമ്പരയുടെ ശൈവ പാരമ്പര്യത്തിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ രീതി, കാലോചിതമായ രീതി. അപ്പം ഇവിടെ ഇതൊക്കെ പഠിച്ചാൽ എന്തുണ്ടാവും? ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ, അതിൻ്റെ ഭാഗമായ കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ തനതായ മാറ്റങ്ങൾ, കൊളോണിയൽ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ നവോത്ഥാനം എന്നുള്ള. പക്ഷേ ഇവിടെ നടന്ന അയ്യാ വൈകുണ്ഠനാഥരിലൂടെ, അയ്യാ വഴികളിലൂടെ, അരുൾമൊഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ പൈതൃകത്തിൽ ഊന്നിക്കൊണ്ട്, ഈ പൈതൃകം പൂർണ്ണമായും ആത്മീയ അധിഷ്ഠിതമാണ്, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മുന്നേറ്റങ്ങൾക്കും സ്ഥാനമില്ല. നമ്മുടെ സ്വത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. അതിപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെ നടത്തി മുതലെടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കും അത് ചെയ്തുകൂടാ? നിങ്ങൾക്കും ജനപിന്തുണ വേണം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങുക. ഇതിൽ നിന്ന് ഒരുപാട് തെറ്റിപ്പോയി, അപ്പോൾ തിരിച്ചിതിലേക്ക് വരിക. അതായത് വഴി വിട്ട് ഒരു മാർഗത്തിൽ കൂടെ പോയി. കാരണം അനുദിനം അന്യനാടിന് അപദാനം പാടുന്നോരെ, വല്ല നാട്ടിലും വല്ലതും ഉണ്ടായെന്ന് വെച്ചാൽ ഈ നാട്ടിൽ എന്തുണ്ടായി? ഈ നാടിൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞ്, ഈ നാടിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാനുള്ള പരിശ്രമം. അപ്പോൾ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ അടക്കം അവിടെ മരുത്താമലയിൽ പോയി തപസ് ചെയ്യും, അവിടെ സഞ്ചരിച്ച് അദ്ദേഹം കണ്ടെത്തിയത് അവസാനം പല പ്രതിഷ്ഠകളും നടത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത്. അത് അദ്വൈതം സങ്കല്പമാണ്. അപ്പം നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ച ദാർശനിക പാരമ്പര്യം എന്താണ്? അദ്വൈതം, യഥാർത്ഥ അദ്വൈതത്തിലെ എല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ ശരിക്കുള്ള ഒരു നവോത്ഥാനം എന്ന് വെച്ചാൽ അത് സംഘർഷത്തിൻ്റേതല്ല, സമന്വയത്തിൻ്റേതാണ്. അയ്യാ വൈകുണ്ഠനാഥരും ഇപ്പോൾ ശുചീന്ദ്രം രഥോത്സവ സമയത്തിൽ അയ്യാ വൈകുണ്ഠനാഥരിൽ നിന്നും അഭിമാനം ഉൾക്കൊണ്ടവർ ആ രഥോത്സവത്തിൽ പങ്കെടുത്ത് മറ്റേ രഥം വലിക്കാൻ കൂടെ ചേർന്നു. അത് വലിയ വിപ്ലവമായി, വലിയ ബഹളമായി. അവർണർക്ക് അതിനൊന്നും അനുവാദമില്ലാതിരുന്ന കാലമാണ്. അതിൽ നിന്ന് അവരെ അകറ്റിയല്ല ചെയ്തത്, അവരോട് ചേർക്കുക. അതായത് അടിമ, ഇന്ന് സ്വാതന്ത്ര്യ ദിനം, അടിമ ഭാരതം എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് മുന്നേറിയവരുടെ
കീഴിൽ അണിനിരന്നുകൊണ്ടാണ് അടിമ ഭാരതം സ്വതന്ത്ര ഭാരതമായിരിക്കുന്നത്. നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്? അപ്പം മഹാത്മാക്കളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാവുക. പക്ഷേ ഇവിടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഇവിടെ ആചാര്യന്മാരുമുണ്ടായിരുന്നു, അവധൂതന്മാരുമുണ്ടായിരുന്നു. അപ്പം ഇവിടെ ആചാര്യന്മാരെ നമുക്ക് ആദരിക്കാം, അനുകരിക്കാം. അവധൂതന്മാരെ ആദരിക്കാം, പക്ഷെ അനുകരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അതിനുള്ള കരുത്ത് നമുക്കുണ്ടോ എന്നല്ല. അപ്പം എന്തുകൊണ്ട് ഇപ്പോഴത്തെ സമകാലീന അവസ്ഥയിൽ ഇത്തരം അയ്യാവൈകുണ്ഠനാഥരിൽ നിന്നും ഒക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ, തൈക്കാട്ട് അയ്യാസ്വാമിയിൽ നിന്നും ഊർജം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, അതിനെയൊക്കെ കുറിച്ച് നമ്മളൊരു പഠന വിഷയമാക്കിയാൽ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഈ ആദർശം ഉൾക്കൊള്ളാനുള്ള കരുത്ത് അവർക്കില്ല. അവിടെ സാധനാഫലം, ആത്മീയ സാധന, അവർക്ക് അഭിമാനമുണ്ട്, എല്ലാം ശരി, അതിലൊരു ഞങ്ങളുടെ ഗുരുക്കന്മാർ, പക്ഷേ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള സാധനാബലം, ഉപാസന, ആത്മീയ കരുത്ത് നിങ്ങൾ നേടിയിട്ടുണ്ടോ? അവിടെയാണ് പ്രശ്നം. അപ്പം ആ പ്രശ്നങ്ങൾ, അതായത് വാക്കും പ്രവൃത്തിയും ജീവിതവും സന്ദേശവും പൊരുത്തപ്പെട്ടു മുന്നേറാൻ ഈ പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും. സത്യത്തിൽ ഈ ബലമില്ലാത്തതല്ലേ ഈ മതപരിവർത്തനത്തിൻ്റെ ഒരു കാരണം തന്നെ? അല്ല, അതാണ് അതുകൂടി പറഞ്ഞു. മതപരിവർത്തനത്തിന് ഇപ്പോൾ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ ആര്യ സമാജം ദയാനന്ദ സ്വാമിയുടെ കീഴിൽ എന്ത് ചെയ്തു, അതൊരു വേറിട്ട വഴിയിൽ അയ്യാവഴിയിലൂടെ അയ്യാവൈകുണ്ഠനാഥർ ചെയ്തതുകൊണ്ടാണ് ഇന്നും തിരുവിതാംകൂറിൽ ഹിന്ദുക്കൾ അവശേഷിക്കുന്നത്. സനാതനധർമ്മം ഇന്ന് കന്യാകുമാരി, തിരുനെൽവേലി തുടങ്ങി തെക്കൻ കേരളത്തിൽ എന്ന് തന്നെ പറയാം, തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ അവശേഷിക്കുന്നതിൻ്റെ കാരണം അയ്യാവൈകുണ്ഠനാഥരിൽ തുടങ്ങിയ ആ ആത്മീയ വിപ്ലവത്തിൻ്റെ. രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ, ഓരോ നാടാർ ഭവനത്തിലും ഒരു ഹിന്ദു ഉണ്ടാവും, ഒരു ക്രിസ്ത്യാനി ഉണ്ടാവും. അതിലേക്കൊക്കെ കടന്നാൽ അത് പ്രത്യേകിച്ചും രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനി എവിടെ നിൽക്കും, ഈ ഹിന്ദു എവിടെ നിൽക്കും, ആ ഒരു ചോദ്യം മുന്നോട്ട് വെക്കണം. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? അപ്പം അതൊരു കേവലം ഭൗതികം മാത്രമല്ല. അങ്ങനെ അത് ചിന്തിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യം വെറും പുറം മൂടിയിൽ വിപ്ലവം നടത്തുന്നതിലല്ല, ഈ പുറം ചികിത്സകളിലല്ല, മറിച്ച് ആചാര വിപ്ലവവും വിചാര വിപ്ലവവും ഒരുപോലെ ജീവിതത്തിൽ ഓരോ വ്യക്തിയും അത് പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് വിധേയമായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സാമൂഹികമായ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. അവിടെയാണ് അടിമത്തം ഇല്ലാതാകേണ്ടത്. നമ്മൾ ഈ സ്വാതന്ത്ര്യം, 79ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതും നമ്മളുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കേണ്ടതും ഇതാണ്. ഒരേ സമയം ആചാര വിപ്ലവവും വിചാര വിപ്ലവവും നമുക്കുണ്ടായിത്തീരട്ടെ. അതിന് അയ്യാവൈകുണ്ഠനാഥരെ പോലെയുള്ള മഹത്തുക്കൾ, മഹാപുരുഷന്മാർ നമുക്ക് വഴികാട്ടികളായുണ്ട്. അവരെ നമുക്ക് നിഷ്കളങ്കമായി എല്ലാ സമുദായത്തിൻ്റെ വേലിക്കെട്ടുകളെയും മാറ്റിവെച്ച് നമുക്ക് നിഷ്കളങ്കരായി സത്യസന്ധരായി അവരെ പിന്തുടരാം. അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം. വന്ദേ മാതരം. നന്ദി, നമസ്കാരം.